ഇപ്പോൾ മനസ്സിലാക്കുന്നത് NDRF സംഘം ഇവിടെ എത്തിച്ചേർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ പ്രാഥമിക വിലയിരുത്തൽ അങ്ങനെയാണ്. എന്താണെങ്കിലും ക്ഷമിക്കണം, അത് ഇവിടേക്കൊരു മെഷീൻ നേരത്തെ എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതാവാനാണ് സാധ്യത. ഉന്മേഷ, ഇതിൽ പ്രധാനമായി അവർ പറയുന്ന ഒരു സാധ്യത ഇപ്പോൾ അവർ പറയുന്നത് ഈ തുടക്ക ഭാഗത്ത്, അതായത് നമ്മൾ ഈ നിന്ന ഭാഗത്ത് ഒരു മെഷീൻ ഇറക്കി ഒരു നിരീക്ഷണ സംവിധാനം അത് അകത്തേക്ക് ക്യാമറ പോലുള്ളൊരു സംവിധാനം അകത്തേക്ക് എത്തിച്ച് എന്താണ് തടസ്സം എന്നുള്ളത് ഈ ഭാഗത്ത് നിന്നൊന്ന് നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സംവിധാനമാണ് അവർ നോക്കുന്നത്. അതിനുള്ള ഒരു മെഷീൻ ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് അവർ ഈ ഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. രാത്രിയും ഈ രക്ഷാപ്രവർത്തനം തുടരുമെന്നാണ് അവർ പറയുന്നത്. NDRF സംഘം ഉടനെ ഇവിടെ എത്തിച്ചേരുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുമാത്രമല്ല, അവരിന്നെത്തി ഈ പ്രാഥമിക പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. അതിനുശേഷമായിരിക്കും അവർ അവരുടെ ആക്ഷനിലേക്ക് കടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ബാക്കി എല്ലാ സേനാംഗങ്ങളും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, പ്രധാനപ്പെട്ട കാര്യം. ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ജില്ലാ കളക്ടറാണ് നമ്മുടെ ഈ ദൃശ്യങ്ങളിലുള്ളത്. ജില്ലാ കളക്ടർ അടക്കം ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നുണ്ട്. അദ്ദേഹമാണ് NDRF സംഘത്തെ അടക്കം ഇവിടേക്ക് വിളിച്ചത്. NDRFനെയും അതുപോലെ നാവികസേനയുടെ അടക്കം സേവനം ഇവിടേക്ക് ആവശ്യപ്പെട്ടത് ജില്ലാ കളക്ടറാണ്. ആ സംഘം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. NDRFന്റെ സംഘം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് NDRF ടീമാണ് കാണുന്നത്. നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് NDRF സംഘമാണ്. അവർ ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. അത് NDRF സേനാംഗങ്ങളാണ് എത്തുന്നത്. അവർ കളക്ടറുമായും ഒപ്പം മേയറുമായൊക്കെ പരിശോധന നടത്തുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ സമയത്ത് പങ്കുവയ്ക്കാനുള്ള പ്രധാനപ്പെട്ട വിവരമായി നമുക്കത് പങ്കുവയ്ക്കാം. അതായത് ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ ഒരു സംഘം ഇതാ തിരുവനന്തപുരത്ത് ഈ ആമേഴഞ്ചാൻ തോട്ടിലെ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. NDRF സംഘം പരിശോധന നടത്തുന്നു. അവരുടെ പ്രാഥമിക പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നു. തിരുവല്ലയിൽ നിന്നാണ് ഈ സംഘം ഇവിടേക്ക് എത്തിയത്. എന്താണെങ്കിലും ഈ പ്രദേശത്ത് നിന്ന് നീക്കാവുന്ന പരമാവധി മാലിന്യം നേരത്തെ നീക്കം ചെയ്തതിന് ശേഷമാണ് ഇതിനുള്ളിലേക്ക് സ്കൂബ സംഘം അടക്കം ഇറങ്ങിയതുണ്ട്. 40 മീറ്ററോളം ഇതിനകത്തേക്ക് ഇറങ്ങിയുള്ള പരിശോധന നടത്തുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു. പക്ഷേ 40 മീറ്ററോളം ഉള്ളിലേക്ക് പോയിട്ടും ജോയിയെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. തുടർന്നാണ് മറ്റു സാധ്യതകൾ അവർ തേടുന്നതും. പ്ലാറ്റ്ഫോമുകൾക്കുള്ളിലെ, അതായത് ട്രാക്കുകൾക്ക് അടുത്തുള്ള ഈ മാൻഹോളുകൾ തുറന്ന് അതിൻ്റെ ഓപ്പണിങ്ങുകൾ തുറന്ന് അവിടെ നിന്നുള്ള പരിശോധന എത്രത്തോളം സാധ്യമാണ് എന്നുള്ളത് അവർ പരിശോധിക്കുന്നത് അങ്ങനെയാണ്. തുടർന്ന് ഈ 5ാം ട്രാക്കിനപ്പുറമുള്ള മാൻഹോൾ തുറന്ന് അവിടെ നിന്ന് ഏതാണ്ട് 15 മീറ്ററോളം അവർ ഇറങ്ങി പരിശോധന നടത്തി. പക്ഷേ പിന്നീട് ഇതിന് അകത്തേക്ക് കൂടുതൽ പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത്രത്തോളം മാലിന്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, ഈ നമ്മൾ നേരത്തെ നിന്ന് 3ാം ട്രാക്കിന് സമീപമുള്ള മാൻഹോളിൻ്റെ ഓപ്പണിംഗ്, അവിടെയും സമാനമായി തന്നെ ഇറങ്ങി പ്രവർത്തനം നടത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്കൂബ സംഘം അവിടേക്ക് ഇറങ്ങുന്നതിന് ആ സമയത്ത് അവർക്കത് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവർ തന്നെ പറയുന്നത്. അതിനുശേഷമാണ് ഈ സാങ്കേതിക വിദ്യയുടെ സഹായം തേടിയത് എന്നുള്ളത് ഇപ്പോൾ അവർ പറയുന്നത്. അതായത് ഇതെന്ത് സാങ്കേതിക സംവിധാനമാണ് ഇപ്പോൾ നിലവിൽ? ശരിക്കും പറഞ്ഞാൽ റിഫൈനറിയിലൊക്കെ ഡീസ്ലഡ് ചെയ്യുന്ന ഒരു റോവർ യൂണിറ്റ് ആണ്. അപ്പോൾ അത് ഇപ്പോൾ ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പമ്പും ഡീസ്ലഡ്ജിങ് സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ക്യാമറ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി പ്രൊപ്പൽഷൻ, ഹൈഡ്രോളിക്കിലുള്ള പവേർഡ് ആയിട്ടുള്ള പ്രൊപ്പൽഷൻ യൂസ് ചെയ്ത് പോകാൻ നിൽക്കുന്നത്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള പ്രൊപ്പൽഷൻ ആണ്. പക്ഷേ സ്റ്റിൽ വി ഹാവ് വെറീഡ് ദാറ്റ് പ്ലാസ്റ്റിക് ഒരു സ്റ്റക്ക് ആവാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഞങ്ങൾ പറ്റുന്ന ട്രൈ ഔട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് അത് ഡിപ്ലോയ് ചെയ്യുന്നത്. എത്ര മീറ്ററോളം പോകുമെന്നുള്ളത് അതിന് ലിമിറ്റേഷൻ എന്താ വെച്ചാൽ ഇവിടുത്തെ സിറ്റുവേഷൻസ് ലിമിറ്റേഷൻസ് ആണ്. പക്ഷേ ഇതിന് എത്ര വേണമെങ്കിലും പോകാൻ പറ്റും. വയറിന്റെ ലെങ്ത് ആണ് ഈ ഒരു സിറ്റുവേഷനൊക്കെ അനുസരിച്ചിട്ട് ഒരു 10-30 മീറ്റർ വരെയൊക്കെ എന്തായാലും നമുക്ക് പുഷ് ചെയ്ത് വിടാം. മാലിന്യം അതിനകത്തുണ്ടെങ്കിൽ ആണ് പ്രശ്നം. ഒരു ലിമിറ്റിലൊക്കെ അത് തന്നെ പുഷ് ചെയ്ത് പോയിക്കോളും. കാരണം അത് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള വെയിറ്റ് എടുക്കുന്ന രീതിയിലാണ് ഡിസ്ലഡ്ജിങ് പമ്പ് അറൌണ്ട് 200 kg ഒക്കെ എടുക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രോബബിലിറ്റി ഇല്ല. പക്ഷെ എന്നാലും ജാംഡ് ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുണ്ടാവില്ല. കാരണം അത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇൻസ്പെക്ഷൻ ഓൺലി ആണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത്. മോണിറ്റർ ചെയ്യുന്ന പുറത്തുനിന്ന് മോണിറ്റർ ചെയ്യാനുള്ള ഒരു യൂണിറ്റും കൂടി ഉണ്ട്. അതും ഈ ബെൻഡിക്കോട്ടിന്റെ അതേ ഫ്രെയിമിലാണ് മോണിറ്ററിംഗ് വരുന്നത്. അപ്പൊ അതിനൊന്ന് കണക്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് വരുന്നത്. അപ്പൊ പ്രൊപ്പൽഷൻ ആ യൂണിറ്റ് മാത്രമേ ഉള്ളിൽ പോകുന്നു, മറ്റേത് സ്ക്രീനിൽ കാണാം. ബെൻഡിക്കോട്ടിന്റെ അതിപ്പോ പെട്ടെന്ന് സെറ്റപ്പ് ചെയ്തതാണ്. അല്ല, ബെൻഡിക്കോട്ട് വെർട്ടിക്കൽ ആയിട്ടുള്ള മോഷനാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ക്യാമറയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ആ ഒരു വിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റാൻഡ് യൂണിൽ തന്നെ ആയിരിക്കും ആ വിഷൻ ഉണ്ടാവുന്നത്. തുടങ്ങുകയാണ് ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടിയാൽ ചെയ്യാന്നുള്ള ഇതിലുമായിട്ട്. അത്തരത്തിലാണ് ഉന്മേഷ പറയുന്നത്. അതായത് ഒരു ഹൈഡ്രോളിക് സംവിധാനത്തിന്റെ കൂടി സഹായത്തോടു കൂടി ഇതിനുള്ളിൽ ഈ യന്ത്രം ഇറങ്ങി ഈ മാലിന്യം ഉണ്ടെങ്കിൽ അത് പരമാവധി അത് പുഷ് ചെയ്ത് നീക്കാനുള്ള ഒരു സംവിധാനമാണ് ഇതിലുള്ളത്. ഒപ്പം ക്യാമറയുടെ കൂടി സഹായം ഉണ്ടാവും. എവിടെയാണ് ബ്ലോക്ക്, എന്താണ് തടസ്സം, എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളതാണ്
മനസ്സിലാക്കി ചെയ്യാൻ സാധിക്കുമെന്നാണ് ജെൻ റോബോട്ടിക്സിന്റെ സാരഥി വിമൽ നമ്മളോട് വ്യക്തമാക്കിയത്. എന്നാണെങ്കിലും NDRF സംഘം എത്തിയിട്ടുണ്ട്. സാങ്കേതിക സംവിധാനത്തിന്റെ മറ്റ് സാധ്യതകൾ കൂടി പരിശോധിക്കുന്നുണ്ട്. എന്നാണെങ്കിലും നേരത്തെ ഇവരെല്ലാവരും ഈ 10-11 മണിക്കൂറായി ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇവിടെ തുടരുന്നവരെല്ലാം സൂചിപ്പിച്ച കാര്യമാണ്. ഈ രക്ഷാപ്രവർത്തനം തീർന്ന് ഇവിടെ നിന്ന് ജോയിയെ കണ്ടെത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇവിടെ നിന്ന് ഞങ്ങൾ മടങ്ങുക എന്നവർ ഒരേ സ്വരത്തിൽ, അത് ജനപ്രതിനിധികളാകട്ടെ, ഈ രക്ഷാപ്രവർത്തനത്തിൽ അണിചേർന്നിരിക്കുന്ന മറ്റുള്ള ഉദ്യോഗസ്ഥരാകട്ടെ, സേനാംഗങ്ങളാകട്ടെ, DOFയുടെ സന്നദ്ധ പ്രവർത്തകരായിട്ട് അവരെല്ലാവരും ഒരുമയോടുകൂടി ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുന്ന കാര്യം. ഓരോ പ്രതിസന്ധി നേരിടുമ്പോഴും ആ പ്രതിസന്ധിയെ തരണം ചെയ്ത് അതിന്റെ അടുത്ത സാധ്യത കൂടി പരിശോധിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം ഇവിടെ പുരോഗമിക്കുന്നു. നമ്മൾ കണ്ടു നേരത്തെ പരമാവധി നീക്കം ചെയ്യാവുന്ന മാലിന്യം അവിടെ നിന്ന് ആ 3ാം ട്രാക്കിനടുത്തുള്ള മാൻഹോളിൽ നിന്ന് അവർ നീക്കം ചെയ്തു. അതിനുശേഷം അവർ പറഞ്ഞിരുന്നു അവർ ക്യാമറ സംവിധാനം, അവർ നിരീക്ഷണ സംവിധാനം അവിടേക്ക് എത്തിക്കും എന്നുള്ളത് അവർ പറഞ്ഞിരുന്നു. അവരുടെ നിരീക്ഷണ സംവിധാനം അത്തരത്തിലൊരു ഹൈഡ്രോളിക് പ്രഷറോടുകൂടി തന്നെ ഇതിനകത്തേക്ക് ഇറങ്ങി, ഈ ടണലിനകത്തേക്ക് ഇറങ്ങി ഈ സംവിധാനം, അതായത് ആ ക്യാമറ ഉപയോഗിച്ച് ആ ദൃശ്യങ്ങൾ കാണുന്നുള്ള സംവിധാനമാണ് അവരോട് എത്തിച്ചിട്ടുള്ളത്. നമ്മൾ അവരോട് ചോദിച്ചത് ഈ മാലിന്യം ഉണ്ടെങ്കിൽ, വേസ്റ്റ് ഇങ്ങനെ അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ ഇതിനുള്ളിലൂടെ കടന്നു പോകും എന്നുള്ളതാണ്. അവർ പറയുന്നത് ഏതാണ്ട് 200 കിലോയോളം ഉള്ള വെയിറ്റ് ആണെങ്കിൽ പോലും ഈ ഹൈഡ്രോളിക് സംവിധാനം ഉപയോഗിച്ച് അത് തള്ളി മാറ്റാൻ സാധിക്കും ഇതിലെന്നാണ് അവർ പറയുന്നത്. തുടർന്ന് ഈ ക്യാമറ ഉപയോഗിച്ചത് ആ വിഷനും അവർക്ക് പുറത്തുനിന്ന് മോണിറ്റർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അത് പ്രധാനമായി ഇപ്പുറത്ത്, അതായത് ആമയിഴഞ്ചാൻ തോടിന്റെ ഈ തുടക്ക ഭാഗത്ത് ജോയി എവിടെയാണോ ഈ അപകടത്തിൽപ്പെട്ടത് ആ ഭാഗത്ത് തന്നെ അത് ഇറക്കാനുള്ള ഒരു നടപടിയാണ് അവർ ആലോചിക്കുന്നത്. അത്തരത്തിലൊരു നിർദ്ദേശം ലഭിച്ചാലുടൻ അത് സജ്ജീകരിക്കാൻ അവർ സന്നദ്ധമാണ്, അവർ ഒരുക്കമാണ് എന്നാണ് ഈ ജെൻ റോബോട്ടിക്സിന്റെ സാരഥികൾ വ്യക്തമാക്കിയത്. ഒപ്പം NDRF സംഘവും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. NDRF സംഘവും ആലോചന നടത്തുന്നുണ്ട്. ഏത് തരത്തിൽ അത് ഇന്നിറങ്ങാൻ സാധിക്കുമോ തുടങ്ങിയ ആലോചനയുണ്ട്. പക്ഷേ അത് എത്ര കണ്ട് സാധ്യമാകും എന്നുള്ളതാണ് സംശയം. രാത്രിയാണ്, പകൽ പോലും ഏതാണ്ട് 40 മീറ്റർ മാത്രമാണ് ഇതിനകത്ത് നിന്ന് സ്കൂബ സംഘത്തിന് ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിച്ചത്. അത് പകലായിരുന്നിട്ട് പോലും, മഴ മാറി നിന്ന സമയമായിരുന്നിട്ട് പോലും അത്ര മാത്രമേ അവർക്ക് സാധിച്ചിട്ടുള്ളൂ. മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ള കാര്യം അവർ ആലോചിക്കുക. അതല്ല എങ്കിൽ ഇനി ലൈറ്റോ മറ്റെന്തെങ്കിലും സംവിധാനം ഉപയോഗിച്ച് അകത്തേക്ക് എത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യവും അവർ പരിശോധിക്കും. അതല്ല എങ്കിൽ സ്വാഭാവികമായി കാത്തിരിക്കേണ്ടി വരും. അടുത്ത മണിക്കൂറുകളിലും ജോയിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. പക്ഷേ ഈ മനുഷ്യരെല്ലാം കാത്തിരിക്കുന്നത്, ഈ മനുഷ്യർ എന്ന് പറയുമ്പോൾ നഗരസഭയിലെ 65ഓളം ജീവനക്കാരുണ്ട്, ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്, ഒപ്പം മറ്റു സന്നദ്ധ സേനാ പ്രവർത്തകരുണ്ട്, DYFI പ്രവർത്തകരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, സാധാരണ മനുഷ്യരുണ്ട്. അത്തരത്തിൽ അവർ മണിക്കൂറുകളായി ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നു. തലസ്ഥാനത്തെ സംബന്ധിച്ച്, തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് സമാനതകളില്ലാത്തൊരു രക്ഷാപ്രവർത്തനം മണിക്കൂറുകൾ പിന്നിടുന്നു. 12ാമത്തെ മണിക്കൂറും പിന്നിടുന്നു. ജോയിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുന്നു. ജോയിയെ ജീവനോടെ തന്നെ പുറത്തു കൊണ്ടുവരാനാകും എന്നീ മനുഷ്യർ, ഈ തിങ്ങിക്കൂടിയ മനുഷ്യർ വിശ്വസിക്കുന്നുണ്ട്. ഉന്മേഷം. അലക്സ്, NDRF സംഘം ഇപ്പോൾ നിലവിലെ സാഹചര്യം വിലയിരുത്തുകയാണല്ലോ. അവർ രക്ഷാദൗത്യം ഉടൻ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ കൂടിയാലോചനകൾ നടക്കുന്നത് അലക്സ്? ഉന്മേഷ, പ്രധാന പ്രശ്നം നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതായത് ഒന്ന്, ഇരുട്ടാണ്. അത് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് ഇതിനകത്തേക്ക്. അതായത് ഈ ടണലിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന തടസ്സമുണ്ട്. പരമാവധി ഒരു 30 മീറ്റർ 40 മീറ്റർ മാത്രമാണ് നേരത്തെ സ്കൂബ സംഘം ഈ ടണലിനുള്ളിലേക്ക് പ്രവേശിച്ച് അവരുടെ മറ്റു നടപടികൾ, പരിശോധനയും മറ്റുമൊക്കെ നടത്തിയത്. സമാനമായ സാഹചര്യം NDRFും നേരിടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അവർക്ക് എന്തെങ്കിലും മറ്റു സംവിധാനമുണ്ട് എങ്കിൽ, അതായത് അകത്തേക്ക് കടന്ന് ആ മാലിന്യം നീക്കം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അകത്തേക്ക് സഞ്ചരിക്കുന്നതിനോ അവർക്ക് എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അത് ഈ രാത്രി സാധ്യമാകുക എന്നുള്ളതാണ്. അതല്ല എങ്കിൽ സ്വാഭാവികമായി അവർക്ക് ഈ കാര്യങ്ങൾ പഠിക്കുക, ഈ കാര്യങ്ങൾ പഠിച്ച് അത് വിലയിരുത്തി അത് പരിശോധിച്ചതിന് ശേഷം അവരുടെ സ്റ്റെപ്പ് എന്താണെന്ന് ആലോചിക്കുകയായിരിക്കും. തീർച്ചയായും അലക്സ്, ഏതായാലും നമുക്ക് ഇതിലേക്ക് തന്നെ മടങ്ങിയെത്താം. അലക്സ്, ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഈ തെരച്ചിൽ വാർത്തയിലേക്ക് തന്നെ ഇടവേള. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.